ശ്രീനിവാസന്റെ മൃതദേഹം ഇപ്പോൾ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. അല്പസമയത്തിനകം കണ്ടനാട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. മകൻ വിനീത് ശ്രീനിവാസൻ പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം താലൂക്ക് ആശുപത്രിയിൽ ഉടൻ എത്തും. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ ശ്രീനിവാസന്റെ പൊതുദർശനം നടക്കും. അദ്ദേഹത്തിന്റെ ജന്മനാട് കണ്ണൂരാണ്, പാട്യത്താണ്. ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം മക്കൾ എത്തിയാൽ ഉടൻ, 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്, വിനീതും ധ്യാനും. അവർ എത്തിയാൽ അവർ രണ്ടുപേരും കൂടി ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക. ശ്യാം ഉണ്ടവിടെ. ശ്യാം, കണ്ടനാട്ടെ വീട്ടിലേക്ക് അല്പസമയത്തിനകം ശ്രീനിവാസന്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നതാണ് മനസ്സിലാക്കുന്നത്. വിനീത് ശ്രീനിവാസൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ എത്തുമെന്ന് മനസ്സിലാക്കുന്നു. വിനീത് എത്തിയെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? അഭിലാഷ, അല്പം മുമ്പാണ് മകൻ വിനീത് ശ്രീനിവാസൻ എത്തിയത്. മകൻ വിനീത് ശ്രീനിവാസൻ നെടുമ്പാശ്ശേരിയിലായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ ചെന്നൈയിലാണുള്ളത്. ധ്യാൻ ചെന്നൈയിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ മൃതദേഹം ഉടൻ തന്നെ ഈ തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിൽ നിന്നും കണ്ടനാട്ടെ ശ്രീനിവാസന്റെ സ്വന്തം വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ കൊണ്ടുപോയ ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് എറണാകുളത്തെ ടൗൺ ഹാളിലേക്ക് എത്തിച്ച് അവിടെ പൊതുദർശനം ക്രമീകരിക്കുകയാണ് ഇപ്പോൾ നടപടി ഉള്ളത്. 1 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായിട്ട് മൃതദേഹം വയ്ക്കും. അവിടെയാണ് ആളുകൾക്ക് എല്ലാവർക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മനാട് കണ്ണൂരാണ്, കണ്ണൂർ പാട്യമാണ്. ഈ കണ്ണൂർ പാട്യത്തേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. കാരണം ബന്ധുക്കളും മറ്റുമൊക്കെ ഒരുപാട് പേർ അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ചുള്ള ആലോചനയിലാണ്. മക്കൾ 2 പേരും എത്തിയ ശേഷം അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും എന്നാണ് ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നും മറ്റ് അയൽവാസികളിൽ നിന്നുമൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സിനിമാ മേഖലയിലെ നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്.